ഹായ് സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ ഞാറക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഞാറക്കലുള്ള ലിസി ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ലിസി ചേച്ചി ആക്ച്വലി എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എനിവേ ലെറ്റ്സ് സീ. ഈ വീട് ഇവിടുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ആ ഫാമിലിയോട് ചോദിച്ചറിയാം. ഒപ്പം ചേട്ടന് നല്ലൊരു 8ന്റെ പണിയും കൊടുക്കാം. ഓക്കെ. Once again, welcome to my choice പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. അങ്ങനെ ലിസി ചേച്ചി നമസ്കാരം. ചേച്ചി ഭയങ്കര വെൽക്കമിങ് ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി ഭയങ്കര ചേട്ടനോട് സന്തോഷത്തോടു കൂടിയ കാര്യങ്ങൾ പറയണം. ചേച്ചി ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ മുഖത്തുള്ള ഒരു പുഞ്ചിരി ആയിക്കോട്ടെ, എന്താ അത് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. സോ താങ്ക് യു ചേച്ചി. ലിസി ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചിയുടെ സ്ഥലം എവിടെയാണ്? ചേച്ചി തൃശ്ശൂര്. ചേച്ചി ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫ് ആണ്. കല്യാണത്തിന് മുന്നേ ആധാരം എഴുതാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നല്ല കൈയക്ഷരൊക്കെ ആവുമല്ലോ. രണ്ടാമത്തെ ബ്രദറ് അപ്പൊ അവൻ എന്നെ കൊണ്ട് പോയിട്ട് പരീക്ഷ എഴുതിപ്പിച്ചു. അതിലൊരു ലൈസൻസ് എനിക്ക് കിട്ടി. അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു. അവന്റെ അടുത്താണ് ഞാൻ ഇരുന്നത്. ആധാരം എഴുതാൻ അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമില്ല, ഇവരെ ഫാമിലിക്കൊന്നും ഇഷ്ടമല്ല പോകണ്ട. എനിക്ക് താല്പര്യമില്ല. നമ്മള് കല്യാണം വൈഫ് വീട്ടിൽ വേണം. ഇപ്പൊ നടക്കുന്നതൊക്കെ അറിഞ്ഞൂടെ? അതുകൊണ്ടല്ലേ ഇത് ഇനിയിപ്പോ ചേട്ടൻ അതിലല്ല. എന്റെ സങ്കല്പത്തില് ഒരു സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ആ വിളക്ക് വീട്ടിലില്ലാണ്ട് തോന്നുന്നു. ചേച്ചി ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ പറയും ഞാൻ ജോലിക്ക് പോവാം, നേരത്തെ എണീറ്റ് ചോറൊക്കെ കാസറോളാക്കി വെക്കാന്ന്. എന്നെ കൊണ്ട് പറ്റില്ലാന്ന്. നല്ല ഹോട്ട് ഫുഡ് ആയിരിക്കണം. വന്നിരിക്കുമ്പോ ദോശ ചുടണം, ചൂടോട് കൂടിയിട്ട് എല്ലാം കഴിക്കും. ചായ ആയാലും ദോശ എല്ലാം ചൂട്ടോട് കൂടി കിട്ടിയില്ലേ ഞാൻ പൊട്ടിത്തെറിക്കും. വേണ്ട. പറയാം. അതേപോലെ മീൻകറിയൊക്കെ വെക്കുമ്പോ അമ്മീം അരച്ച് ചേർക്കണം. അത് ചേർത്തില്ലെങ്കിൽ ആള് പറയും ഞാൻ ഇവിടെ ഇട്ടിട്ട് പോകുന്നു. ശരി പോട്ടെ. അതിനൊക്കെ മുമ്പ് നമ്മുടെ പ്രേക്ഷകരെ ഞാനും ചേട്ടനും തമ്മിൽ കാര്യമായിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ മുന്നേ പരിചയമുണ്ട്. ചേട്ടൻ ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്, ഒരു ഡയറക്ടറാണ്, ഒരു നടനാണ്, എല്ലാം ആണ്. ജോൺസൺ മാഞ്ഞാലി. ഞാൻ ഈ ഇംഗ്ലീഷിൽ മാഞ്ഞാലി അല്ല അല്ലേ? രണ്ടും സ്പെല്ലിംഗ് ഒന്നാണ്. അത് ശരി. മാഞ്ഞാലി വേറെ, ഞാൻ മഞ്ഞളി. വെണ്ടൂർ മഞ്ഞളി എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ വലിയ കുടുംബക്കാരാ. ആ കുടുംബത്തിലെ MD ദേവസി എന്ന് പറഞ്ഞ ആളുടെ മകനാണ് ഞാൻ. ചേട്ടന്റെ സിനിമകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, വിശേഷങ്ങൾ. ഇപ്പൊ ചേട്ടനോട് സംസാരിച്ചപ്പോഴും കേട്ടു. തുടക്കം എങ്ങനെയായിരുന്നു ഇതിന്റെ ഒക്കെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫാദർ ഒരു സിനിമ പോലും മുടങ്ങാണ്ട് കാണുന്ന ആളായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും സെക്കൻഡ് ഷോ റിലീസിനൊന്ന് ഏത് പടം വന്നാലും കാണാൻ പോകും. അപ്പൊ ഞങ്ങൾ 13 മക്കളാ. എൻ്റെ അമ്മ 13 പ്രസവിച്ചതാ. അപ്പൻ സിനിമ കണ്ടു വന്നു കഴിഞ്ഞാൽ ഇടിയേ ഉഗ്ര സിനിമയാണ്, അച്ചാണി, അയോധ്യ, അങ്ങനെ ഓരോ പഴയ പടങ്ങൾ ഇങ്ങനെ പറയും. നിങ്ങളെല്ലാവരും കൂടി പോയി കൊണ്ടുപോകാൻ പറയും. അങ്ങനെ പൈസ എടുത്തു കൊടുക്കും. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ പഴയ ജോസ് തിയേറ്റർ, അതുപോലെ സ്വപ്ന തിയേറ്റർ, അങ്ങനെയുള്ള പഴയ തിയേറ്ററുകളിലൊക്കെ പോയിട്ട് ഞങ്ങളൊന്ന് ചെറിയ പൈസ ഉള്ള സിനിമയ്ക്ക് പോയിട്ട് സിനിമ കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ പിന്നെ സിനിമ കണ്ടിട്ട് ഞങ്ങൾ വിട്ടിട്ടുള്ള ആ സിനിമയിൽ നിന്ന് എനിക്ക് സിനിമ നടനാണെന്നുള്ള മോഹം. പ്രേം നസീറിനെ കണ്ടോട് കൂടിയിട്ട് നമ്മൾ ദൈവമായിട്ട് പ്രേം നസീറിനെ നമ്മൾ മനസ്സിൽ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ സിനിമ നടനാവാനായിരുന്നു ആഗ്രഹം. തുടക്കം തന്നെയാണ്, ഇപ്പോൾ നടന്നു തന്നെയാണ്. മറ്റുള്ളതെല്ലാം സൈഡാണ്. അപ്പൊ ബാക്കിയുള്ളതിലൊക്കെ എത്തിപ്പെട്ടത് എങ്ങനെ? കൺട്രോളറായിരുന്നു. കൺട്രോളാന്ന് വെച്ചാൽ നമ്മളൊരു 10-30 ഏകദേശം ഈ സിനിമയും നാടകമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സിനിമ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ അതിലേക്ക് വരാം. ഞാൻ നാടകക്കാരനും കൂടി ആയിരുന്നു. 12 വർഷം സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് ജീവിച്ച ആളാണ്. അതിൻ്റെ ഒരു ഇതെനിക്ക് സിനിമയിൽ ഇപ്പോഴും ആർട്ടിസ്റ്റിനാലും കിട്ടിയിട്ടില്ല. എങ്കിലും ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്താനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 18ാമത്തെ വയസ്സിലാണ് ഞാൻ വണ്ടി കയറുന്നു. അപ്പൻ്റെ വലിപ്പം തുറന്നൊരു അന്നത്തെ 2000 അടിച്ചു. അടിച്ചിട്ട് വിട്ടു ചെന്നൈക്ക്. അന്ന് മദ്രാസ് 2500 അതുകൊണ്ട് മദ്രാസിൽ വിട്ടു. ഇതിനിടയ്ക്ക് എൻ്റെ ഫാദറിൻ്റെ കടയിൽ അസ്തമിക്കാത്ത പകലൊന്നും ഞാൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നു. അങ്ങനെ നസീർ സാറായിട്ട് ഭയങ്കര അടുപ്പായി. അപ്പോൾ എനിക്ക് ആ പടത്തിൽ ഒരു റോള് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നെടുക്കും നാളെ എടുക്കുന്നുണ്ട് എല്ലാ ദിവസവും എന്നിട്ട് നടത്തിച്ച് ഇവരെടുക്കണതാണല്ല. അപ്പോൾ അന്നത്തെ ദിവസം തൃശ്ശൂർ രാഗം തിയേറ്ററിൽ എയർ ഹോസ്റ്റസ് എന്ന് പറഞ്ഞാൽ പ്രേം നസീറിൻ്റെ സിനിമ റിലീസായി. ഞാൻ വേഗം പോയി പണം കാണാനായിട്ട്.
ആ പടം കാണാൻ പോയി സിനിമ കണ്ട് തിരിച്ചു വന്നു. ആ സമയത്തൂടെ അഭിനയിക്കാൻ വിളിച്ചു. എനിക്ക് കിട്ടിയില്ല ചാൻസ്. അവർക്ക് ഷൂട്ടിംഗ് നടത്തിയേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ അമ്മായിയുടെ മകൻ കയറി അഭിനയിച്ചു. ഞാൻ വരുമ്പോൾ കാണുന്നത് അമ്മ പറഞ്ഞു, എടാ അപ്പം ഫോൺ ചെയ്തതാണ് നിന്നെ ഷൂട്ടിങ്ങുകാർ വിളിച്ചു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. ഞാൻ സൈക്കിളിൽ ചവിട്ടി അവിടെ ചെല്ലുമ്പോഴേക്കും ഇവൻ അഭിനയിച്ച് രാജാവായിട്ട് കയറും. ഞാൻ നെഞ്ചത്തടിച്ചു അയ്യോ എന്നിട്ട് കരച്ചിലോടിക്കും. അപ്പോൾ നസീർ സാർ കെട്ടിപ്പിടിച്ചു, വിഷമിക്കേണ്ട മദ്രാസി വാ, നല്ല ഉഗ്ര റോള് ഞാൻ മേടിച്ചാൽ അതിൻ്റെ പുള്ളിയൊരു വിളിൽ വിട്ടു. അങ്ങനെ എന്ത് ചെയ്യും? പിന്നെ അപ്പൻ്റെ മേശയിൽ നിന്ന് അടിക്കാൻ രക്ഷപ്പെടും വിട്ടു മദ്രാസിൽ. അവിടെ മദ്രാസിൽ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ കുറേ കറങ്ങി ഞാൻ നടക്കുമ്പോൾ ഏവിയൻ സ്റ്റുഡിയോയുടെ ഭൂഗോളം കണ്ടു. അവിടെ ചെന്നു, കടത്തുന്നില്ല. പിന്നെ അങ്ങനെ ഒരു 5-6 ദിവസം നടന്നു കഴിഞ്ഞ് പ്രേം നസീറിൻ്റെ കാറ് ഇന്ന സമയത്ത് വരുന്ന അറിവ് കിട്ടി. പുള്ളിയുടെ കാറ് വന്നപ്പോൾ ചടി മുമ്പിൽ വീണു. സാധാരണയായിട്ട് ആരാണ് വണ്ടി റൂമിൽ എടുത്ത് ഞാൻ നിർത്തി ഡ്രൈവർ ചീത്ത വിളിക്കാൻ വേണ്ടി തമിഴിൽ. അപ്പോൾ ഈ നസീർ സാറ് ദേവസ്യൻ്റെ മോനല്ലേ എന്തിവിടെ, എനിക്ക് നല്ല റോള് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര ദിവസമായി 2 മാസമായി ഇവിടെ കിടന്ന് അവിടെ കരച്ചിലോടെ. പുള്ളി ചിരിച്ച് എന്നെ കാറ് കയറ്റി നേരോടെ. അതിന് സെറ്റ് ചെയ്ത് എനിക്ക് പൊങ്കൽ വട നസീർ സാറ് മേടിച്ചു തന്നു. അവിടെ നിന്ന് പൈസ നന്ന് എന്നെ തിരിച്ചു വിട്ടു. ഇനി പഠിച്ച് ഡിഗ്രിക്ക് എടുത്തിട്ട് വായോ എന്നിട്ട് നമുക്ക് സിനിമയിലെ എനിക്ക് തിരിച്ചു പോകും. പിന്നെ ഇവിടെ വന്നവർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കലാനിലയ നാടകവേദിയിൽ സ്പ്ലിറ്റായിട്ട് ഇന്ത്യൻ ഡ്രാമാസ്കോപ്പ് എന്നിട്ട് കമ്പനി വന്നു. അതിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചു. അതിലൊരു പ്രധാന വേഷത്തിൽ കയറി. പിന്നെ അവരമരക്കാരനായിട്ട് ഒരു 6 വർഷം ആ ട്രൂപ്പിൽ നടനായി. പിന്നെ കലാനിലയത്തിൽ അഭിനയിച്ചു. പിന്നെ അങ്ങനെ നടന്ന് അവസാനം അടൂർ പങ്കജം, മറക്കാൻ പറ്റില്ല പങ്കജ് ചേച്ചിനെ. പങ്കജ് ചേച്ചിയുടെ ട്രൂപ്പിലെ ഹീറോ ആയിരുന്നു. ആ സമയത്താണ് ഐ വി ശശിയുടെ പടത്തിൽ ഇൻസ്പെക്ടർ ബൽറാമിൽ മമ്മൂക്കയുടെ കൂടെ ഒരു നല്ല വേഷം ചെയ്യണം. അതിനിടയ്ക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ കുറേ പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് എൻ്റെ ടൈറ്റിൽ വരുന്ന ഇൻസ്പെക്ടർ ബൽറാമിലാണ് ത്രൂ ഔട്ട് വരുന്നത്. അതാണ് ഞാൻ ശശിയാണ് എൻ്റെ ഗുരു. എന്തായാലും പഴയ കഥകൾ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ ഒരു സന്തോഷത്തിൽ നിന്നും കുറച്ച് ദുഃഖത്തിലേക്ക് നമുക്ക് അങ്ങ് പോയാലോ ചേട്ടാ? ദുഃഖം വേണ്ട, ദുഃഖമേ. ചേച്ചി പറ, ദുഃഖം വേണ്ടേ? ദുഃഖം എന്തെന്ന്? സന്തോഷം വേണം, ദുഃഖം വേണം. ദുഃഖം നമുക്ക് നമ്മുടെ ജീവിതത്തില് ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ. അതെ, നമുക്ക് സന്തോഷമുണ്ട്, ചേട്ടന് മാത്രമേ ദുഃഖമുള്ളൂ. ചേട്ടൻ ആ ചേച്ചിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ആ സസ്പെൻസ് അങ്ങ് പൊളിക്കാം. ഞങ്ങൾ ഇവിടെ വന്നത് ആക്ച്വലി ചേട്ടനാന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ജോൺസൺ ചേട്ടനാന്നുള്ളത്. ഞങ്ങൾ ഇവിടെ വന്നത് ലിസി ചേച്ചി വിളിച്ച് ചേട്ടനൊരു മുട്ടാൻ പണി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ഭയങ്കര പണിയായി പോയില്ല. ചേച്ചി എന്ത് പണി നമുക്ക് കൊടുക്കാം? നമുക്ക് ഇരുന്ന് പ്ലാൻ ചെയ്യാം. എന്താ കൊടുക്കാം? നമുക്കൊരു 8ന്റെ പണി കൊടുക്കാം. 8 ഗുണം 2 16 ആയിക്കോട്ടെ. 16 ആയിക്കോട്ടെ. 16 ആയിക്കോട്ടെ. ചേച്ചി എന്നെ പ്ലാൻ ചെയ്യും. ഇവിടെ ഇപ്പൊ എന്താണ് ചേട്ടന് കൊടുക്കാൻ പറ്റിയ ഒരു പണിയുള്ളത്? നമുക്ക് ഒരു ക്ലീനിങ് കൊടുക്കാം. നീ ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ടായില്ലേ വന്നിട്ട് ഇപ്പൊ ഈ പണി മുഴുവൻ എന്റെ തലയിൽ വെക്കല്ലേ? ക്ലീനിങ് കൊടുക്കാം. എന്നാലും കുറച്ച് പൊടികളൊക്കെ ഉണ്ട് തുടച്ചിട്ടാലും. എനിക്കായിട്ടാണ് പണി തരുന്നത്. സന്തോഷായ അപ്പൊ ഞാൻ ചെയ്യണമെന്നാണോ? ചേട്ടൻ തന്നെ ചെയ്യണം. ഞാൻ നമുക്കൊരു കൈ നോക്കാം. എന്താ ചെയ്യാ? ചേട്ടനപ്പൊ ഇങ്ങനെ റെഡി ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. ചേട്ടാ ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അതായത് എന്തും ഏറ്റെടുത്ത് ചെയ്യാന്നുള്ള ഒരു ധൈര്യം, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ച് അത് കൃത്യമായിട്ട് ചെയ്യാനാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അത് പോയിന്റ്. അപ്പൊ എങ്ങനെയാ ഈ വീട് സുന്ദര കുട്ടപ്പനാക്കി ചേച്ചിയുടെ ആഗ്രഹം സഫലമാക്കുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എവിടുന്നാണ് തുടങ്ങേണ്ടത്? അത് മൊത്തം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കാം ആദ്യം. അത് 8 മണിയൊന്ന് ഭംഗിയായിട്ട് തുടയ്ക്കാം. ശരി, ഓക്കെ, തുടങ്ങാം. ഓക്കെ, ഞാൻ എന്തായാലും സമയം വൈകിപ്പിക്കുന്നില്ല. ചേട്ടാ പ്ലീസ്. ഓക്കെ. അയ്യോ, നന്നായി ക്ലീൻ ആവുണ്ടോ നോക്കിക്കോ. അത് മാർക്കിടാൻ വേണ്ടി ഒരാൾ വരും. ചേച്ചി വരും അവസാനം. എന്റെ ദൈവം. അവളോട് കാലത്ത് ഞാൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ ഇങ്ങനെ ഒരു പണി വരുന്നത് ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെയല്ലേ ഒരു രസം. അതുപോലെ മുറ്റത്ത് നോക്കിയപ്പോ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം. അത് പിന്നെ നമുക്കത് വന്നുവെച്ചാൽ ഒരു 2 ഗുണമാണ്. ആ പച്ചല സാധനങ്ങൾ വന്നാൽ അതിൻ്റെ ഒക്കെ ശ്വസിച്ചാൽ ആരോഗ്യം നന്നാവും. പുകവലി സിഗരറ്റ് പരിപാടിയൊന്നും പാടില്ല. എൻ്റെ ഒരു പ്രിൻസിപ്പിൾ അതാണ്. ഹെൽത്ത് നന്നാവണം. ഹെൽത്ത് ഈസ് വെൽത്ത്. അത്ര ഉള്ള വർക്കൗട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ജിമ്മായിരുന്നു, പഴയ ജിമ്മായിരുന്നു. ഇപ്പോഴും തന്നെയാണ്. ഇടയ്ക്ക് ചെറിയൊരു പണി കിട്ടി. ഒരു ചെറിയൊരു ആക്സിഡന്റ്. അപ്പൊ പിന്നെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ പറഞ്ഞു ഡോക്ടർ. അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ വെയിറ്റ് ഒക്കെ ഇത്തിരി കുറച്ച് ഭംഗിയായിട്ട് നമ്മുടെ ഓരോ ഏജിനനുസരിച്ച് 16 ആവുമ്പോൾ അതിൻ്റെ 14 ആവുമ്പോൾ അതിൻ്റെ അങ്ങനെ ഓരോ ഏജിനനുസരിച്ചുള്ള വർക്കൗട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീട് വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇതെൻ്റെ അല്ല, അതെൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ വീടാണ്. അവരുടെ തറവാടാണ്. 100-200 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു നമ്മുടെ ഒരു ഉർമിസ് വാളൂരാൻ എന്ന് പറഞ്ഞ ആളുടെ വീടാണ്. 200 കൊല്ലം പഴക്കം. ഏകദേശം അതിനോട് അടുത്തുണ്ട്. അവരെ കുടുംബത്തിൻ്റെ വീടാണിത്. ഒരു 3 വർഷമായിട്ട് ഞാനും കുടുംബം ഇവിടെയാണ് താമസിക്കുന്നത്.
കസേരയൊക്കെ ഞാൻ കൃത്യമായിട്ട് ഇട്ടാന്ന്. ഇത് എവിടെ കൊണ്ടുപോയിട്ടത്? ചേട്ടൻ ഇങ്ങനെ പൊതുവെ അടക്കും ചിട്ടയൊക്കെ ഉള്ള ഒരാളാണോ? എനിക്കൊരു സാധനം വെച്ചാൽ വെച്ചോടത്ത് കണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്തളറും. പിന്നെ ഞാൻ ഹരിശ്രീ പറയേണ്ടി വരും ലാസ്റ്റ്. അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറൊരു കോമഡി ഉണ്ട് കേട്ടോ. ചേട്ടൻ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കട്ടിലിന്റെയും അതുപോലെ സോഫയുടെ അടിക്കൊക്കെ കണ്ട് വിടുകയാണ്. ഇത് പൊടി കോരി എടുക്കണ്ടേ നമുക്ക്? പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഞാൻ സഹായിക്കാം. ഇതൊക്കെ നീക്കിയിട്ട് തുടയ്ക്കണം അല്ലേ? തുടയ്ക്കാൻ ഈ ബക്കറ്റ് ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കണം. ഇതിപ്പോ ഏകദേശം ചേട്ടന് ഓക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. തുടയ്ക്കൽ അല്ലാണ്ട് റെസ്റ്റ് ഇല്ല. നോ ഷോ. ഇനിയിപ്പോ ചേട്ടൻ പഴയ ജിമ്മല്ലേ, ഇതൊക്കെ ചേട്ടന് ഇതൊക്കെ വിഷയമുള്ള കാര്യമാണ്. ഉണ്ടായിട്ടല്ല, എന്നാലും ഇത് നമ്മള് പ്രതീക്ഷിക്കാത്ത പരിപാടിയാണല്ലോ. ടാസ്കിന്റെ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ ചേട്ടൻ ഇവിടെയൊക്കെ അടിച്ചു വാരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പകുതിയിൽ നമുക്ക് തുടക്കിലാണ് കാണേണ്ടത്. തുടയ്ക്കാൻ വേണ്ടി ബക്കറ്റ് എടുക്കാൻ പോയ ആളെ കാണുന്നില്ല. പോയി ചേട്ടോ. ഉണ്ട് എവിടെ കാണാനില്ലല്ലോ. ഞാൻ ബക്കറ്റ് എവിടെയാ വെച്ചിരുന്നു നോക്കിയതാ. ഇതില് കൊള്ളുവോ? ഇത് ഈ വീട് മൊത്തം നടപടിയാവോ? അതിനകത്ത് വേറെ വലിയ ബക്കറ്റ് എവിടെയാ വെച്ചിരുന്നോ? അത് നോക്കിയിട്ട് കാണുന്നില്ല. ഇനി അപ്പുറത്തെങ്ങാനും കൂടെ. ഇനിയിപ്പോ അത് തുണി വേണ്ടേ? തുണി ഇനി ഒരു മിനിറ്റ് കേട്ടാ, ഞാൻ തുണി നോക്കിയിട്ട്. ഇതിവിടെ കുറച്ച് സ്ഥലം തുടച്ചാൽ മതി, അതോ മൊത്തം തുടയ്ക്കണം? കുറച്ച് സ്ഥലത്ത് ഈ ഒരു കുറച്ച് സ്ഥലം, അവിടെ ഒരു കുറച്ച് സ്ഥലം, അവിടെ ഒരു കുറച്ച്, അങ്ങനെ വീടും മൊത്തമായില്ല പോയി. എന്റെ പൊന്ന്. മനഃപൂർവ്വം ഇവിടെ വഴിക്ക് എന്നെ പരിപാടി. അതാണ് കാര്യം. ഞാൻ ഈ മൂലയ്ക്കൊന്ന് പിടിച്ചാലോ. എന്താണല്ലോ എൻ്റെ അപ്പ, ഇത് എളുപ്പമുള്ള പണിയല്ല കേട്ടോ. നിങ്ങളല്ലേ പഴയ ജിമ്മ്? അല്ല, ജിം എടുക്കുന്നത് പോലെയല്ല. അത് നമ്മൾ ബെഞ്ചിമ്മ എടുത്തിട്ട് ഇത് കുനിഞ്ഞിരിക്കലത്തിൽ ഒരു ചെറിയൊരു പണിയാണ്. അത് പെണ്ണുങ്ങളെ സമ്മതിക്കന്നെ വന്നിട്ടുണ്ടാവും. അയ്യോ ഉണ്ടോ ചേട്ടാ, പറഞ്ഞത് ഇത്തിരി സ്ലിപ്പറി ആണല്ലേ? ഭയങ്കര. ഓ അതേ, ഇത് ഇത്തിരി പണിയാ. പുറത്ത് നല്ല അടിപൊളി മഴയായിരുന്നു, എന്നാലും ചൂടിന് ഒരു കുറവും ഒരു രക്ഷയില്ല. ഇങ്ങനെ എന്തോ ചെയ്ത് നോക്കാം അല്ലേ? ഇവിടെ പാവം നോക്കാം. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഐഡിയ നമ്മൾ കണ്ടുപിടിക്കായിട്ടാ. ഐഡിയ നമ്മൾ പരസ്യം കണ്ടിട്ട്. ചേട്ടൻ ഇവിടെ പണിയെടുക്കുമ്പോൾ ഒരു പൂച്ച ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട്. അതിവിടെ കുറച്ച് പൂച്ചകളുണ്ട്, അത് ഇങ്ങനെ വരുന്നതാണ്. കാലുകൊണ്ട് തുടച്ചിട്ട് അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതൊരു പോരാ. കാലുകൊണ്ട് പഠിക്കുമ്പോഴേ ഇങ്ങനൊക്കെ തുടച്ചാൽ നല്ല നീറ്റോ. ഞാൻ വീണ്ടും ഇതിനകത്തോട്ട് ഇരിക്കട്ടെ. ആൾക്കാർ ആള് കൊള്ളാലോ. അല്ല, ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് സുന്ദരനായിട്ട് ഇരിക്കാണല്ലോ. അതെ, അത് കൊള്ളാം. എനിക്ക് മേലാണെങ്കിൽ അധികം ശീലമില്ല. ഈ വളവളവളാന്ന് വർത്താനം പറഞ്ഞിട്ട് ഇന്ന് ഇത് വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ ചേട്ടന് ഭക്ഷണം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞേക്കണത് ചേച്ചി. കൊള്ളാം. ചേട്ടാ, അപ്പോ ചേട്ടന്റെ വിജയമായ ചേച്ചി ഈ ടാസ്കിൽ ചേട്ടനെ വിജയിയായി പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് ചേട്ടൻ അറിയണ്ടേ? അത് തീർച്ചയായിട്ടും വേണം. ഞാനും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങടെ ചേച്ചി നല്ല കാര്യം റെഡിയായി വന്നിട്ടുണ്ട്. എന്ത് തോന്നുന്നു ചേട്ടന്റെ ഈ ഒരു വൃത്തിയാക്കൽ കണ്ടിട്ട്? ഞാൻ നല്ല കഷ്ടപ്പെട്ട് അടിപൊളി
ചേച്ചി പറയട്ടെ, നിങ്ങൾ നന്നായിട്ടുണ്ട്, എന്നാലും കുറേശ്ശെ പൊടികളുണ്ട്. എടി ഞാൻ എത്ര നേരെ ഇത് കണ്ടില്ല, വേർത്ത് ഒരു വഴിയായി നമ്മള്. ചേച്ചി ഇവിടുത്തെ ബക്കറ്റ്, തുടയ്ക്കാനുള്ള തുണി, ചൂല് ഇതൊക്കെ ഒളിപ്പിച്ച്, ഇരിക്കാനുള്ള സ്റ്റൂൾ ഇതൊക്കെ ആ സ്റ്റൂള് ഇവിടെ കൊണ്ടുവച്ച ഞാൻ മുറ്റത്ത് ഞാൻ പുല്ല് പറിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെച്ചു. വല്ല കാര്യമുണ്ടോ? ഞാൻ അന്തസ്സായിട്ട് കുനിഞ്ഞിരുന്ന് തുടയ്ക്കാം. ഇപ്പൊ എന്തായാലും ചേച്ചി കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി ചേട്ടൻ ഇതേപോലെ ചേച്ചിയുടെ എന്തെങ്കിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള അവസരം ഞങ്ങൾ ഒരുക്കി തരട്ടെ? അതെന്തിനാ കുറ്റൊന്നും വേണ്ട, എനിക്ക് നല്ലതേ പറയാനുള്ളൂ. നല്ലതേ പറയാനുള്ളൂ. എന്നെ സഹിക്കുന്നില്ലേ 10-30 എന്നാ ഞങ്ങൾ ഒരു സാധനം തരുന്നുണ്ട്. അതെന്താണ്? ചേച്ചിക്ക് അതറിയാം അല്ലേ ചേച്ചി? ചേച്ചി നമ്മുടെ പ്രോഗ്രാമിന്റെ സ്ഥിരം പ്രേക്ഷകയായ കാരണം ചേച്ചിക്ക് അതറിയാം. ചേട്ടൻ ഈ ഒരു ടാസ്ക് കൊടുത്തതുപോലെ തന്നെ ചേച്ചിക്കുണ്ട് ചെറിയൊരു ഗെയിമിംഗ് സെഷൻ. ആണോ? ആ, അത് നല്ല കാര്യമാണ്. ഇനി കൊടുക്കാം. അതിനകത്ത് വേറൊരു ട്വിസ്റ്റും കൂടെ പറയട്ടെ. അതായത് ഈ ഗെയിമിൽ ചേച്ചി വിജയിക്കുകയാണെങ്കിൽ ചേട്ടനും ചേച്ചിക്കും കൂടെ നല്ലൊരു അടിപൊളി ട്രീറ്റ് ഞങ്ങളുടെ വക, സൂര്യ കോമഡിയുടെ വക. അതൊരു നല്ല കാര്യം. ഫുഡ് കിട്ടും. ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ചേച്ചിയെ? ഓ, അപ്പൊ വിജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ അവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ചേച്ചിയോട് മാച്ചിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. കണ്ടായിരുന്നോ? ഓറഞ്ചും വൈറ്റും. അപ്പൊ ചേച്ചി ഹാപ്പി അല്ലേ? ചേച്ചിക്ക് തുടക്കത്തിൽ തന്നെ ഒരു സന്തോഷം കിട്ടിയില്ലേ ഇപ്പൊ? യെസ്, ഒരു കോൺഫിഡൻസ് വന്നു. അപ്പൊ ഗെയിം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മൾ ഇവിടെ ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. കുറെ ബോൾസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഓറഞ്ച് ബോൾസും ഉണ്ട്, വൈറ്റ് ബോളും ഉണ്ട്. ഒരു വൈറ്റ് ബോളും കുറെ ഓറഞ്ച് ബോൾസും ഉണ്ട്. ഈ ഒരു ബോർഡിന്റെ നടുവിലായിട്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ച് ബോൾസ് എല്ലാം ഈ ഒരു ഹോളിലൂടെ പുറത്തോട്ട് കളയണം. പക്ഷേ വൈറ്റ് ബോൾ വീഴാൻ പാടില്ല. വൈറ്റ് ബോൾ നമ്മുടെ സമയം കഴിയുമ്പോഴേക്കും ഈ വൈറ്റ് ബോൾ ഇതിനകത്ത് അവശേഷിക്കണം. ബാക്കിയെല്ലാം പുറത്ത് പോകാൻ വേണം. ചേച്ചിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം 1 മിനിറ്റ് ആണ്. ഞാൻ ടൈമറൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ണൊന്ന് എടുക്കുക, അതിനകത്ത് നിന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ വീഴ്ത്തുക എന്നുള്ളത് അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം. ഓക്കെ, സോ 3, 2, 1 സ്റ്റാർട്ട്. വൈറ്റ് വീണു. 11ാമത്തെ സെക്കൻഡിൽ ചേച്ചി ഈ ഒരു ഗെയിമിൽ നിന്നും ഔട്ടായിരിക്കുകയാണ്. കുഴപ്പമില്ല, എന്തായാലും ചേച്ചി ആ ഒരു സ്പിരിറ്റില് ചെയ്തല്ലോ, അത് തന്നെ ഭയങ്കര രസമുള്ള ഒരു കാര്യമായിരുന്നു. കുറെ നോക്കിയായിരുന്നു എങ്ങനെയാണ് ഇത് വീഴ്ത്തേണ്ടത്, എന്താണ് മനസ്സിൽ കണ്ടായിരുന്നത്. ഞാൻ ഓറഞ്ച് ബോളെല്ലാം താഴോട്ട്, വൈറ്റ് ഇതിന്റെ ഉള്ളിലോട്ടാക്കാനായിരുന്നു പരിപാടി. ഓക്കെ, അപ്പൊ അത് ദൈവം നമുക്ക് നടത്തി തന്നില്ല. അതുകൊണ്ട് ചേച്ചി ഒട്ടും വിഷമിക്കേണ്ട. ചേച്ചിക്ക് ഒരു ട്രീറ്റ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ ഫുൾ ഫാമിലിയും റെഡിയാണ്, നമ്മുടെ ഗിഫ്റ്റ്സും റെഡിയാണ്. ജോൺസൺ ചേട്ടാ കണ്ടായിരുന്നോ? പിന്നെ എവിടെയാണ് പാളിച്ച് പറ്റിയതെന്നാണ് ചേട്ടന്റെ ഒരു വീക്ഷണം? അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളത് പിടിച്ചപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻസ് ചെയ്യാൻ നോക്കി ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം, പക്ഷെ പെട്ടെന്ന് വെള്ള വീണു. ഓക്കെ, എനിവേ നമ്മുടെ 3ാമത്തെ ഒരു അതിഥി ഇവിടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലിൻസൺ ബ്രോനെ നേരത്തെ കണ്ടില്ലായിരുന്നു. ലിൻസൺ ബ്രോ ഒരു നടനാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്, അതുപോലെ നല്ലൊരു ഡാൻസർ ആണ്. അങ്ങനെ കുറെ വിശേഷങ്ങളുണ്ട്. ഇതിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും വിശേഷണം ഉണ്ടോ? ഇതൊക്കെ തന്നെയാണ്. ഡബ്ബിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഫൈറ്റ് സീക്വൻസിനൊക്കെ ഡബ് ചെയ്യുന്നത് ബ്രോ ആണെന്ന് ഞാൻ കേട്ടു. ഓക്കെ, ഒരുപാട് നമ്മൾ ഈ ഫൈറ്റ് സീക്വൻസിൽ ഇപ്പൊ കരാട്ടയും കുംഫൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ ബ്രോയുടെ ഓരോ സംഭവങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട് സ്റ്റണ്ട് ഏരിയയിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റണ്ട് ഏരിയയില് ലാസ്റ്റ് ചെയ്ത് RDX കിങ് ഓഫ് കൊത്തയിലൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഒരു 5ഓളം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് RDXൽ. പിന്നെ കിങ് ഓഫ് കൊത്ത, അങ്ങനെ പിന്നെ ദാവീദ്, ഇപ്പൊ പെപ്പയുടെ പടം, അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ പടങ്ങളാണ്, സെറ്റപ്പാണ്. അപ്പോ ഇതെന്ത് ആ എളിമ കണ്ടോ, ഇതിലാണ് ഇരിക്കുന്നത്. ഇത്രയും വലിയ പടങ്ങൾ ചെയ്തിട്ടും മുഖത്ത് ആ ഒരു വിനയം അവിടെ നിൽപ്പുണ്ട്. അത് അച്ഛൻ്റെ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. അച്ഛനും കുറച്ച് വിനയമുള്ളൊരു അല്ലേ, നമ്മള് സപ്പോർട്ടുണ്ട്, കയറി വരണ്ടേ. ഓക്കെ, കൂടെ മക്കള് ഇതിൽ വരാൻ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ഗിഫ്റ്റ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഗിഫ്റ്റ് ചടങ്ങിലേക്ക് കടന്നാലോ? പിന്നെന്താ. ഓക്കെ, മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 അറിയുന്ന പുട്ട്. മോസ്റ്റ് കൺസ്യൂമേഴ്സ് പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്കിന്റെ നല്ലൊരു അടിപൊളി പുഡിംഗ് കേക്ക്. അടുത്തതായി ഫാം ഹൗസ് ഫ്രഷ് മിൽക്ക് ആൻഡ് കേർഡിന്റെ നല്ലൊരു അടിപൊളി സമ്മാനം. അടുത്തതായി വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ റൂക്ക അതിഥിയുടെ ബേക്കറി പ്രൊഡക്ട്സുകൾ തന്നെയാണ് വിശ്വസനീയം. റൂക്ക അതിഥിയുടെ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും ഈ സാധനങ്ങളൊക്കെ കിട്ടി ഹാപ്പി ആയില്ലേ? ഇതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോട്ടെ, ആർക്കും കൊടുക്കണ്ട, ചേട്ടന് കൊടുക്കണ്ട. ഓക്കെ,
ചേട്ടന് വയ്യാത്തതാണല്ലോ ചേച്ചി പറഞ്ഞത്. ആ, ഇതൊന്നും കഴിക്കാൻ ദൈവം സഹായിച്ചു ഒരു കുഴപ്പമില്ല, അല്ല ഡബിൾ സ്ട്രോങ് ഡബിൾ സ്ട്രോങ് ആണ്. എന്നാണ് ഇടയ്ക്കൊന്ന് കൊടുത്തേക്ക്, ഗണപതിക്ക് കൊടുക്കണമല്ലോ. യെസ്, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നല്ല രസകരമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളും എൻജോയ് ചെയ്തില്ലേ? തീർച്ചയായിട്ടും. അത് കേട്ടാ മതി. സോ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലിയുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ്. ബൈ. ഓക്കെ, താങ്ക് യു.